നമസ്കാരം പീയൂഷ് ജി. ഇന്ന് ഗുരുപൂർണിമയാണ്, വ്യാസജയന്തി. നമ്മൾ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം നാം ഗുരുപരമ്പരയെ മുഴുവൻ സ്മരിക്കുന്ന ദിവസമാണിന്ന്. വാസ്തവത്തിൽ എന്താണ് ഗുരുസങ്കല്പം, ഗുരുഭാവം എന്നത് ഒന്ന് വിശദീകരിക്കാമോ? ഒരു സാധകന്റെ ആത്മീയ യാത്രയിൽ ഗുരു എങ്ങനെയാണ് സഹായകമായി തീരുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗുരുപൂർണിമയാണ്. തീർച്ചയായിട്ടും ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പരിചിന്തനം ചെയ്യേണ്ട ഒരു ദിവസം തന്നെയാണ്. ഐഡിയലായിട്ട് തന്നെ പരിചിന്തനം ചെയ്യേണ്ട ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഉപമ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം, ഒരു മെറ്റഫർ പറഞ്ഞുകൊണ്ട്. അതായത് ഒരു ഡോക്ടർ ആരാണ്, അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്താണ് എന്ന് നമ്മൾ അറിയാൻ നമ്മൾ എങ്ങനെയാണ് അദ്ദേഹത്തെ സമീപിക്കേണ്ടതെന്നൊരു ചോദ്യമുണ്ട്. ഒരു ഡോക്ടർ ആരാണെന്നറിയാൻ അദ്ദേഹത്തെ ഒരു സുഹൃത്തായി സമീപിച്ചാൽ തിരിച്ചറിയണമെന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒരു മേലധികാരിയായിട്ട് പോയാൽ തിരിച്ചറിയണമെന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒരു ബാല്യക്കാരനായിട്ട് പോയാൽ തിരിച്ചറിയണമെന്നില്ല, സെർവൻ്റായിട്ട് പോയാൽ തിരിച്ചറിയണമെന്നില്ല. ഒരു ഡോക്ടർ ആരാണെന്നറിയാനുള്ള ഏറ്റവും നല്ല വഴി ഒരു രോഗമുള്ളപ്പോൾ ഒരു രോഗിയായിട്ട് നമ്മൾ അവിടെ ചെല്ലുക. ഒരു രോഗമുണ്ടെന്നുള്ള തിരിച്ചറിവിൽ ഒരു രോഗിയായി നമ്മൾ അവിടെ ചെല്ലുക. രോഗിയായി അവിടെ ചെന്നാൽ മാത്രമേ 3 കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ. ഒന്ന്, ആ ഡോക്ടർ എന്ന നിപുണത, നൈപുണ്യം, ആ വ്യക്തിയുടെ ഡോക്ടർ എന്ന നിപുണത. ആ ഡോക്ടർ എന്ന കാരുണ്യം, കരുതൽ രണ്ടാമത്. മൂന്നാമത് ആ ഡോക്ടർ എന്ന സാന്നിധ്യം. ഈ 3 കാര്യങ്ങൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ രോഗിയായിരിക്കണം. രോഗിയല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിപുണത നമുക്ക് പ്രധാനമല്ല, അദ്ദേഹത്തിൻ്റെ കരുണ നമുക്ക് പ്രധാനമല്ല, അദ്ദേഹത്തിന് നിന്ന് സാന്നിധ്യം പോലും നമുക്ക് പ്രധാനമല്ല. അതൊക്കെ നമുക്ക് കേവലമായിട്ട് മാത്രമേ രുചിക്കാൻ പറ്റൂ. ഡോക്ടറെ സമഗ്രമായി അറിയണമെങ്കിൽ നാം ഒരു രോഗിയായിരിക്കണം. ഏതാണ്ട് ഇതേ രൂപകമാണ് നമ്മൾ എവിടെ പ്രയോഗിക്കേണ്ടത്? ഗുരു ശിഷ്യൻ എന്നുള്ള ദ്വന്ദ്വത്തിൽ നമ്മൾ ബൈനറിയിൽ നമ്മൾ പ്രയോഗിക്കേണ്ടത് ഇതേ രൂപകം തന്നെയാണ്. അപ്പോൾ ഒരു ഗുരു എന്താണെന്ന് അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? അവിടെ ഗുരു എന്താണെന്ന് അറിയാനുള്ള, ആ ഗുരുവിൻ്റെ കാരുണ്യം എന്താണെന്ന് അറിയാനുള്ള, ഗുരു എന്ന സാന്നിധ്യം എന്താണെന്ന് അറിയാനുള്ള, ഗുരു എന്ന ആ പ്രതിഭാസം എന്താണെന്നറിയാൻ നാം ഒരു ശിഷ്യനാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ പടി. ആദ്യത്തെ പടി എന്ന് പറയുന്നത് ശിഷ്യനാവുക. ശിഷ്യനാവാതെ നമുക്കൊരിക്കലും ഗുരു എന്താണെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ആ ചോദ്യത്തിൽ ചെറിയൊരു പിശകുണ്ട്. ചോദ്യം വളരെ പ്രചാരമുള്ള ചോദ്യമാണ്, അത് അനാദിയായ ചോദ്യം കൂടിയാണ്, ഗുരു ആരാണെന്നുള്ളത്. പക്ഷേ ആ ചോദ്യം വാസ്തവത്തിൽ ചോദിക്കേണ്ടത് നമ്മളോട് തന്നെയാണ്. ഞാനൊരു ശിഷ്യനാണോ? അല്ലെങ്കിൽ എന്താണ് ശിഷ്യൻ? ആരാണ് ഒരു ശിഷ്യൻ? എന്താണ് ശിഷ്യത്വം എന്നുള്ള ചോദ്യം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഉപനിഷത്തിൽ നിന്ന് ഒരു സന്ദർഭത്തെ നമുക്ക് ഓർത്തെടുക്കാം, സ്മരിക്കാം. ഛാന്തോഗ്യ ഉപനിഷത്തിൽ ഉദ്ദാലകനും അദ്ദേഹത്തിൻ്റെ മകനും തമ്മിലുള്ള സംവാദത്തിൽ കടന്നു വരുന്ന ഒരു കഥയുണ്ട്. മറ്റൊന്നുമല്ല, ഗാന്ധാരദേശത്തുള്ള ഒരു വ്യക്തിയെ ഒരു കൂട്ടം ചോരന്മാർ, കള്ളന്മാർ ആക്രമിക്കുകയും അദ്ദേഹത്തെ കൈകാലുകൾ ബന്ധിച്ച് കണ്ണു മൂടിക്കെട്ടി വളരെ ദൂരെയുള്ള ഒരു കാട്ടിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയും ചെയ്തു. എന്നിട്ട് ഇവർ പോയി. ഇദ്ദേഹം അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി താൻ വളരെ ദൂരെയാണ്, ഗാന്ധാരത്തിൽ നിന്ന് വളരെ ദൂരെയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ആ ബന്ധനത്തിൽ കിടന്ന് നിലവിളിക്കുന്നു. അപ്പോൾ അതുവഴി കടന്നുപോയ ഒരു യാത്രക്കാരൻ കരുതലോടുകൂടി ഓടിയെത്തുകയും ഈ മനുഷ്യൻ്റെ കണ്ണിലെ കെട്ടഴിക്കുന്നു, കൈകാലുകളെ കെട്ടഴിച്ച് സ്വതന്ത്രമാക്കുന്നു. അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയ ആ മനുഷ്യൻ ഈ വഴിപോക്കനോട്, ഈ വഴിയാത്രക്കാരനോട്, തന്നെ രക്ഷിച്ച വഴിയാത്രക്കാരനോട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അവിടെ അദ്ദേഹം ചോദിക്കുന്നത്, ഗാന്ധാരത്തേക്ക് പോകാനുള്ള വഴി ഏതാണെന്നൊന്ന് പറഞ്ഞു തരുമോ എന്നുള്ള കാതരമായ ശബ്ദത്തിൽ ചോദിക്കുകയാണ്. നിലവിളിച്ചുകൊണ്ട്, കരഞ്ഞുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നത്, ഞാൻ ഗാന്ധാര ദേശത്തു നിന്നാണ് ഞാൻ ഇവിടെ വന്നത്, തിരിച്ചു പോകാനുള്ള വഴി എനിക്ക് പറഞ്ഞു തരുമോ എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള വഴി പറഞ്ഞു തരുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മറ്റൊന്നും അദ്ദേഹത്തിന് ചോദിക്കാൻ വേറെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആരാണ് എന്നെ ആക്രമിച്ചത്? അവരെവിടുന്ന് വന്നു? എന്തിനാണ് അവരെ ആക്രമിച്ചത്? ഈ കാട് എത്രത്തോളം വിസ്തൃതമാണ്? ഈ കാട്ടിനുള്ളിൽ എന്തൊക്കെയുണ്ട്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷെ അത്തരം ചോദ്യങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഒരൊറ്റ ചോദ്യത്തിലേക്ക് അദ്ദേഹം കേന്ദ്രീകൃതമായി, ഏകാഗ്രനായി. ആ ചോദ്യം ഇതാണ്, എൻ്റെ വീട് എവിടെയാണ്? എൻ്റെ സ്വദേശം എവിടെയാണ്? എന്നെ അവിടേക്ക് പോകാൻ സഹായിക്കുമോ? ഈ രണ്ട് ചോദ്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം ഏകാഗ്രചിത്തനായി എന്നുള്ളതാണ്.
അങ്ങനെയുള്ള ആ വ്യക്തിക്ക് തുടർന്ന് ഈ വഴിയാത്രക്കാരൻ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ നേരെ നടന്നു പോകൂ, അപ്പോൾ ഒരു അരയാൽ വൃക്ഷം കാണാം, അവിടുന്ന് വീണ്ടും തിരിഞ്ഞു പോയാൽ ഒരു ഗ്രാമം കാണാം, അവിടുന്ന് വീണ്ടും തിരിഞ്ഞു പോയാൽ മറ്റൊരു അടയാളം കാണാം. ഇതിനൊക്കെ ശേഷം ഇങ്ങനെയൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നീ അവിടെ എത്തിച്ചേരും, ഗാന്ധാരം എത്തിച്ചേരും. അപ്പൊ ഈ കഥ നമ്മുടെ മനസ്സിൽ വേണം. ഗുരു എന്താണെന്ന് അറിയണമെങ്കിൽ, ഗുരു ശിഷ്യ ബന്ധം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ കഥ നമ്മുടെ ഉള്ളിൽ വേണം. ശിഷ്യൻ എന്ന് പറയുന്ന ആ ശിഷ്യത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഈ ബന്ധനസ്ഥനായ ഗാന്ധാര ദേശത്ത് നിന്ന് ബന്ധനസ്ഥനായി കൊണ്ടിട്ട ആളെ പോലെയുള്ള ഒരു അവസ്ഥയിൽ മാത്രമാണ് നമുക്ക് ഒരു ശിഷ്യത്വം കൈവരുന്നത്. നമ്മുടെ ഉള്ളിൽ ഇപ്പൊ മുമുക്ഷുത്വം എന്നൊക്കെ പറയും അല്ലെ. മുമുക്ഷുത്വം എന്നൊക്കെയുള്ള വാക്കുകൾ വളരെ അത് സാങ്കേതികമാണ്. ശരിക്കും രാമകൃഷ്ണദേവൻ അതിനെ പറയുന്നത് വ്യാകുലത എന്നാണ്. വ്യാകുലത എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. രാമകൃഷ്ണ വചനാമൃതത്തില് വ്യാകുലത, മലയാളത്തില് വ്യാകുലത എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പം വിവേകാനന്ദ സ്വാമിയാണെന്ന് തോന്നണോ ഈ വ്യാകുലത എന്താണ് എന്ന് രാമകൃഷ്ണദേവനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ രാമകൃഷ്ണദേവൻ പറയുന്ന മറുപടി എന്താണ്? അദ്ദേഹം പറയുന്ന മറുപടി, വെള്ളത്തിൽ വീണ് കൈകാലിട്ടടിക്കുന്ന, മുങ്ങി മരിക്കാൻ പോകുന്നൊരു വ്യക്തി, വെള്ളത്തിൽ വീണ് മുങ്ങി മരിക്കാൻ പോകുന്നൊരു വ്യക്തി പ്രാണന് വേണ്ടി എത്രത്തോളം പിടയുമോ ആ പിടച്ചിലാണ് വാസ്തവത്തിൽ വ്യാകുലത എന്ന് പറയുന്നത്. അയാൾക്ക് വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലെ ഒരേ ഒരു ചിന്ത എന്തായിരിക്കും? ഒരേ ഒരു മുൻഗണന എന്തായിരിക്കും? വായു. തനിക്ക് പ്രാണവായു വേണം, തനിക്ക് ശ്വസിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയുണ്ടാവുള്ളൂ. അത് ജീവൻ മരണ പ്രശ്നമാണ്. അതാണ് വ്യാകുലത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ശിഷ്യനുണ്ടായിരിക്കേണ്ട ഭാവം എന്ന് പറയുന്നത് ഈ വ്യാകുലതയാണ്. ഇനി മറ്റൊരു ഉദാഹരണം നമ്മൾ ഓർത്തെടുക്കുകയാണെങ്കിൽ, വേദാന്ത സാരം എന്ന ഗ്രന്ഥത്തിൽ ഇതുപോലെ മനോഹരമായ ഒരു രൂപകം പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, പ്രദീപ്ത ശിരസ്, ശിഷ്യൻ എന്ന് പറയുന്നത് തലയ്ക്ക് തീ പിടിച്ച ഒരു വ്യക്തി എപ്രകാരമാണോ ജലരാശിയെ സമീപിക്കുന്നത് അപ്രകാരമായിരിക്കണം നിങ്ങൾ ഗുരുവിനെ സമീപിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ രൂപകത്തിന്റെ ഒരു പ്രത്യേകത നോക്കൂ. ശിഷ്യൻ എന്ന് പറയുന്നത് തലയ്ക്ക് ശിരസിന് തീ പിടിച്ചിരിക്കുകയാണ്. ശിരസിന് തീ പിടിച്ച ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മറ്റൊരു ചിന്തയും വരില്ല, മറ്റൊരു ആലോചനകളും നമുക്ക് വരില്ല, മറ്റൊരു പരിഗണനകളും നമുക്ക് വരില്ല. നമുക്ക് ഒരേ ഒരു ചിന്തയുണ്ടാവുള്ളൂ, ഇതിൽ നിന്ന് രക്ഷപ്പെടണം. അതിന് വെള്ളം, എവിടെയാണോ വെള്ളമുള്ളത് അവിടേക്ക് നമ്മൾ വ്യാകുലതയോടെ നമ്മൾ പോകും. അപ്പൊ ഈ രണ്ട് രൂപകങ്ങളും പറഞ്ഞു തരുന്നത് ഒരു ശിഷ്യന്റെ ഭാവം എന്താണെന്നാണ്. ഈ ശിഷ്യഭാവം ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു തത്വമാണ്, ഒരു കരുണയാണ്, ഒരു സാന്നിധ്യമാണ് ഗുരു എന്ന് പറയുന്നത്. ഈ ഒരു ഭാവം, ഞാൻ ഈ ലോകത്തിൽ വന്ന്, ഈ ലോകം ഒരു ബന്ധനമാണ്, ഈ ലോകത്തെ വേദനകൾ, ഞാൻ വേദന അനുഭവിക്കുന്നുണ്ട്, ഞാൻ ബന്ധനത്തിലാണ് എന്നുള്ള തിരിച്ചറിവുകൾ നമുക്ക് വേണം. ഇപ്പൊ നമുക്കൊരു 3 ഉദാഹരണങ്ങൾ നോക്കാം. 3 ശിഷ്യന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ശിഷ്യൻ എന്ന് പറയുന്നത് അർജുനനെ നമുക്കെടുക്കാം. അർജുനന്റെ പ്രശ്നം നമുക്കൊന്ന് കേവലമായിട്ടൊന്ന് സമീപിച്ചു നോക്കിയാൽ, അർജുനന്റെ സുഹൃത്താണ് കൃഷ്ണൻ. അവർ തമ്മിൽ ഒരുപാട് നാളത്തെ സൗഹൃദമുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരേ ഒരു ഘട്ടത്തിലാണ് ഗുരുവും ശിഷ്യനുമായിട്ട് അവർ മാറുന്നത്. ആ ഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അർജുനന്റെ ഉള്ളിലുണ്ടായ ഒരു പ്രശ്നം, ഒരു ധാർമ്മിക പ്രശ്നമുണ്ട്. എന്തായിരുന്നു ആ പ്രശ്നം? കാർപ്പണ്യദോഷം എന്നൊരു പ്രശ്നമുണ്ട് അവിടെ. പക്ഷെ അതിനേക്കാളേറെ ധർമ്മ സമ്മൂഢ ചേതസ് എന്ന് പറയുന്നൊരവസ്ഥ. അദ്ദേഹത്തിന് സ്വധർമ്മം എന്താണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ എത്തി. ഇത് ഒരു തരത്തിലുള്ളൊരു ധാർമ്മിക പ്രശ്നമാണ്, ഒരു അസ്തിത്വ പ്രശ്നം തന്നെയാണ്. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ഗുരുവിനെ തേടുന്നത്, അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം കൃഷ്ണനെ തേടുന്നത്. തുടർന്ന് അതിനുള്ള മറുപടിയാണ് ഭഗവത്ഗീത. ഇനി രണ്ടാമതൊരു ശിഷ്യനെ പരിചയപ്പെടാം. അത് മറ്റാരുമല്ല, ശ്രീരാമചന്ദ്രനാണ്. ശ്രീരാമചന്ദ്രന്റെ പ്രശ്നം ഇതിനേക്കാൾ ഗാഠമാണ്. അദ്ദേഹത്തിന്റെ പ്രശ്നം തൻ്റെ സ്വധർമ്മം എന്തെന്നല്ല, അങ്ങനെ ഒരു പ്രശ്നം രാമനില്ല. രാമന്റെ സ്വധർമ്മം എന്താണെന്ന് രാമന് വ്യക്തമായിട്ട് അറിയാം. അപ്പോ രാമനെ സംബന്ധിച്ച് സ്വധർമ്മം എന്താണ് എന്നൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ പ്രശ്നം തൻ്റെ പരമമായ ധർമ്മം എന്താണെന്നുള്ളതായിരുന്നു. സ്വധർമ്മമല്ല അദ്ദേഹത്തിന്റെ പ്രശ്നം, പരമമായ ധർമ്മം. അദ്ദേഹം പറയുന്നത്, ഈ ലോകത്തിന്റെ അസ്ഥിരത ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, അതായത് ശരത്കാല മേഘത്തിനും മിന്നൽ പിണറിനും സ്ഥിരതയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രം
മനുഷ്യന്റെ ആയുസ്സിനും സ്ഥിരതയുണ്ടെന്ന് വിശ്വസിച്ചാൽ മതി. ആലോചിച്ച് നോക്കും, മിന്നൽ പിണർ എത്ര ക്ഷണികമാണ്, അതുപോലെ മേഘങ്ങൾ എത്ര പെട്ടെന്നാണ് ചിതറി ഇല്ലാതായി പോകുന്നത്, അതിന്റെ രൂപം നഷ്ടമായി പോകുന്നത്, അപ്രത്യക്ഷമായി പോകുന്നത്. അതുപോലെയുള്ളൂ മനുഷ്യായുസ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ, അതായത് ജഗത്ത് മിഥ്യയാണെന്ന് തിരിച്ചറിഞ്ഞു, പാതി സത്യത്തിൽ എത്തിക്കഴിഞ്ഞു ശ്രീരാമചന്ദ്രൻ. പക്ഷേ എന്താണ് സത്യമെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. മിഥ്യ എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട്, സത്യം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ഇതാണ് രാമന്റെ അസ്തിത്വ പ്രതിസന്ധി. ഇത് വളരെ വളരെ അഗാധമായിട്ടുള്ള ഒരു വിഷമ പ്രശ്നമാണത്. അതായത് വിഷാദയോഗം എന്ന് ശരിക്കും വിളിക്കേണ്ടത് ഇതിനെയാണ്. ശ്രീരാമചന്ദ്രന്റെ പ്രശ്നമാണ് ശരിക്കുള്ള വിഷാദയോഗം. അദ്ദേഹം വിഷാദത്തിലേക്ക് കൂപ്പുകുത്തി. കാര്യം ഈ ജഗത്ത് മിഥ്യയാണെന്ന് മനസ്സിലായി. എന്താണ് സത്യം? ഈ സത്യം അറിയാതെ ഇരിക്കുന്ന നിമിഷത്തിലാണ് ആര് വരുന്നത്? വിശ്വാമിത്രൻ അവിടെ ഉണ്ട്. തുടർന്ന് വിശ്വാമിത്രനും വസിഷ്ഠനും കൂടിയാണ് രാമനെ ആ വിഷാദത്തിൽ നിന്ന് പ്രസാദത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നത്, നിർവേദത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നത്, നിർവ്വാണത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നത്. അതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് സാധിച്ചു. രാമൻ അത്രയും നല്ലൊരു ശിഷ്യനായിരുന്നത് കൊണ്ട് വിശ്വാമിത്രനും വസിഷ്ഠനും ഒക്കെ അത് സാധിച്ചു എന്നുള്ളതാണ്. ഇനി മൂന്നാമതൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സിദ്ധാർത്ഥനാണ്. സിദ്ധാർത്ഥനും രാമന്റെ പോലെ ഒരു വിഷാദയോഗത്തിലേക്ക് വീണുപോയി. ഈ ലോകത്ത് രോഗങ്ങളുണ്ട്, ഈ ലോകത്ത് വാർദ്ധക്യമുണ്ട്, ഈ ലോകത്ത് മരണമുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ വിഷാദത്തിലേക്കും വീണ സിദ്ധാർത്ഥനെ കൈപിടിച്ചുയർത്താൻ ഒരു ഗുരു അവിടെ ഉണ്ടായിരുന്നില്ല, ഒരു വസിഷ്ഠൻ അവിടെ ഉണ്ടായിരുന്നില്ല, ഒരു വിശ്വാമിത്രൻ അവിടെ ഉണ്ടായിരുന്നില്ല, ഒരു ശ്രീകൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വർഷങ്ങളോളം കഠിനമായിട്ട് അലയേണ്ടി വന്നു. ആ അലച്ചിലിനൊടുവിൽ അദ്ദേഹം ആ അലച്ചിൽ എന്ന് പറഞ്ഞൊരു ദീർഘയാത്രയാണ്, സുദീർഘമായ യാത്ര, യാതനാഭരിതമായ യാത്ര. ആ യാത്രയ്ക്കൊടുവിലാണ് അദ്ദേഹം നിർവ്വാണത്തെ കണ്ടെത്തുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ശിഷ്യനാകാതെ നമുക്ക് ഗുരു എന്താണെന്ന് മനസ്സിലാവുകയില്ല. രണ്ട്, ഒരു ഗുരുവിന്റെ സഹായം ഉണ്ടെങ്കിൽ, ഒരു വേള നിങ്ങൾ ഗുരുവിന്റെ സഹായം ഇല്ലാതെയും സത്യത്തിൽ എത്തിയേക്കാം. സിദ്ധാർത്ഥന്റെ ജീവിതം നോക്കിയാൽ അങ്ങനെ നമുക്ക് വായിച്ചെടുക്കാം. പക്ഷെ ഒരു ഗുരുവിന്റെ അനുഗ്രഹം, കരുണ, സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ അർജുനനെ പോലെ, അതല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ യോഗവാസിഷ്ഠത്തിലെ ശ്രീരാമചന്ദ്രനെ പോലെ നമുക്ക് ശാശ്വതമായ സത്യത്തിലേക്ക് വളരെ വേഗം എത്തിച്ചേരാൻ സാധിക്കും. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട, മറന്നു പോകരുതാത്ത, ഗുരുപൂർണിമയുടെ അന്ന് അഗാധമായി പരിചിന്തനം ചെയ്യേണ്ട ഒരു തത്വം. നമസ്കാരം.